വിമാനയാത്രക്കാർക്ക് ടിക്കറ്റുകൾ നൽകിയതിനു ശേഷം ബോർഡിംഗ് പാസ് നിഷേധിക്കുന്നത് യാത്രക്കാരുടെ അവകാശ ലംഘനമായി പരിഗണിക്കുമെന്ന് സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ. ഇത്തരം ഘട്ടങ്ങളിൽ ടിക്കറ്റിന്റെ 200% വരെ തുക നഷ്ടപരിഹാരമായി ലഭിക്കാൻ യാത്രക്കാരന് അവകാശമുണ്ടെന്നും ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിന്റെ ഭാഗമായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വിഭാഗം നടപ്പിലാക്കുന്ന നടപടികളുടെ ഭാഗമാണ് പുതിയ നിർദ്ദേശം. യാത്രാ ടിക്കറ്റ് നൽകിയതിനു ശേഷം യാത്രക്കാരനുണ്ടാകുന്ന പ്രത്യേക ആവശ്യങ്ങൾ കൂടി വിമാന കമ്പനികൾ പരിഗണിക്കണം. അവ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ വിമാന കമ്പനികൾ ഒരുക്കിക്കൊടുക്കണമെന്നും ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. ഇത്തരം ആവശ്യങ്ങളുടെ പേരിൽ യാത്രക്കാരന് ബോർഡിംഗ് പാസ് നിഷേധിക്കാൻ പാടില്ല. ഇതിന്റെ പേരിൽ യാത്ര നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായാൽ ടിക്കറ്റിന്റെ 200 ഇരട്ടി തുക നഷ്ടപരിഹാരമായി ലഭിക്കാൻ യാത്രക്കാരന് അവകാശമുണ്ടെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു. യാത്രക്കാരുടെ യാത്രാസഹായ സാമഗ്രികൾ ബാഗേജ് പരിധിയിൽ ഉൾപ്പെടുത്താൻ പാടില്ലെന്നും നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർ യാത്രയുടെ 48 മണിക്കൂർ മുൻപ് വിമാന കമ്പനികളെ വിവരം അറിയിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 ദമാം.